അമ്മേ വീഡിയോ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല ഇല്ലേ? ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ ഒന്ന്. ഇവിടെ ഒരുപാടുണ്ടല്ലോ, മല പോലെ വിട്ടിട്ടേക്കും അല്ലേ? ഓണാകുമ്പോ കൊണ്ടുപോയില്ലേ? ഇവിടെ നോക്കി അറിയാൻ പറ്റൂല്ലേ? ആ ചെറുതാ. അയ്യോ, ഞാൻ കണ്ടാ പറയുന്നു കക്കയെന്നേ പറയത്തുള്ളൂ, ഒരു മാറ്റവും ഇല്ല. മോനെ ഈ കൊച്ചൻ എന്നെ കൂടെ നാടിക്കാൻ പോവാ. അമ്മ ഏറ്റവും നല്ല കക്ക കിട്ടുന്ന സമയം എപ്പോഴാ? വെള്ളം നന്നാവുമ്പോ. വെള്ളം നന്നാവും. അത് എപ്പോഴാ, എങ്ങനെയൊക്കെയാ ഈ വെള്ളം നന്നാവുന്നത് പറയുന്നത്? അമ്മക്ക് പറയാളൊക്കെ പറയണം കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? അങ്ങോട്ടൊന്ന് പോയാ മതി. അതെന്താ പറ്റി? അങ്ങോട്ടൊന്ന് പോയാ മതി. ഇത്രയും പ്രായമായില്ലേ മോനെ? അമ്മക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 79. 79 വയസ്സുണ്ടല്ലേ? ഈ കക്കയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ഇളയ മകൻ കൊണ്ടുവരുന്നത്. കായലിൽ പോയി വാരിക്കൊണ്ട് വരുവോ? ഇതിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഇപ്പൊ ഇങ്ങനെ തോളും ടവറും എല്ലാം തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 3-3:30 ആകുമ്പോ പുഴുങ്ങും. തിളപ്പിക്കും. വെള്ളത്തിട്ട് തിളപ്പിക്കും. കക്ക ഓട്ടിക്ക് വേണ്ടിയാണോ അതോ കക്കയ്ക്ക് വേണ്ടിയാണോ, മാംസത്തിന് വേണ്ടിയാണോ? ഇറച്ചിക്ക് വേണ്ടിയല്ലേ? തോടല്ലേ കിടക്കുന്നത്. ഈ തോടെന്തോ ഇത്രയും? തോട് കൊണ്ടുപോകും. ഓണം എടുക്കാൻ കൊണ്ടുപോയില്ലേ? എന്തോത്തിനുണ്ടു? ഓണം അടുക്കാറാകുമ്പോ. അത് എന്തിനാ കൊണ്ടുവന്നേ? കുമ്മായ ഉണ്ടാക്കാനോ? ആഹാ, ഇവ വലിയ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരുപാട്. ഇതെങ്ങനെ വാരുന്നത് കായലിൽ നിന്ന്? പിന്നെ ഇതുപോലെ കൊട്ടയുണ്ട്, അത് അടി വല കിട്ടും, എന്നിട്ട് മുങ്ങിപ്പോരൂല്ലേ? വെള്ളത്തിടും. മെനക്കെട്ട പണിയല്ലേ? മെനക്കേട പാടാ മോനെ. 4:30 ആകുമ്പോ പോകും. 4:30 ആകുമ്പോ പോവില്ലേ? ഒരു ദിവസം ഇത്രയാണോ ഒരു ദിവസം വാരിക്കൊണ്ടുവരുന്നത്? ഇത്രേ ഉള്ളു. ഒരു ദിവസം കൊണ്ടുവരുന്നില്ലേ? പാടാ. ഓരോരുത്തർക്കും ഇത്രന്റെ പകുതിയൊക്കെ കാണത്തുള്ളൂ. കാണത്തുള്ളൂ. പോളയും ചാലും ഒക്കെ അല്ലേ, താന്നു പോകും. ഇതിപ്പോ എത്ര വർഷം കൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഞാനോ? എന്നെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാ. 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച 51 വർഷത്തോളം ആയി. അന്നോട്ട് അമ്മ ചെയ്യുന്ന ജോലിയല്ലേ? എന്റെ പണി എവിടാന്നറിയാം? എന്റെ വീടോടാ? പരിമര. ഞാൻ എവിടാന്നറിയോ? എന്റെ സ്ഥലം കൊല്ലോ. ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടെ വന്നേ. പിന്നെ അങ്ങനെ അറിയാതിരിക്കാനാ. ഇന്നലെ ക്ലീൻ ചെയ്ത് തുടങ്ങിയില്ലേ? ഇതും കളയോ? ഇത് കളയും. ഇത് തോടിനകത്തിടും. തോടിനകത്തിടൂല്ലേ? ആ കക്ക ഇല്ല മോനെ, ഇറച്ചിയില്ല, മുട്ടയാ. അതെങ്ങനെ അറിയാൻ പറ്റും? ഇതിന്റെ ഇവിടെ കാണുമ്പോ അറിയാം. ചെളി പറ്റും. കയ്യെ ചെളി പറ്റും. ഇവിടെ നോക്കി അറിയാൻ പറ്റൂല്ലേ? ഉളക്കാതെ ചെറുതാ. കൈയുടെ. അയ്യോ, ഞാൻ കണ്ടാ പറയുന്നു കക്കയെന്നേ പറയത്തുള്ളൂ, ഒരു മാറ്റവും ഇല്ല. മോനെ ഈ കൊച്ചൻ എന്നെ കൂടെ നാടിക്കാൻ പോവാ. കുഴപ്പമില്ല. അമ്മ ചെയ്. ഇങ്ങനെ വരുന്നതെല്ലാം അമ്മ പെറുക്കും. ഇങ്ങനെ പറക്കി കളയല്ലേ? എന്നിട്ട് വെള്ളം ഒഴിച്ച് വാരി കഴിയും. ഈ മാംസം എന്തോ ചെയ്യും? മാംസം കൊണ്ടുപോയി വിൽക്കും. എവിടെ കൊണ്ടുപോകും? 240 രൂപ ഒരു കിലോ. ഒരു കിലോയ്ക്ക് 240 രൂപ. ഭാര്യ കൊണ്ടുപോകും. ഭാര്യ കൊണ്ട്. അത് എവിടെ കൊണ്ട്? റോഡിൽ സൈഡിൽ കൊണ്ട് വിൽക്കുവോ? ഇല്ല, പിന്നെ ഓരോ വീടുകളിൽ കൊണ്ടുപോകില്ലേ? ചേന്നങ്കേരി അങ്ങ് അറ്റം വരെ പോകും. നടന്നു പോകുന്ന വണ്ടി കൊണ്ടുപോകും. നടന്നു പോകില്ലേ? വീടും പറ്റത്തില്ലല്ലോ. വീട്ടിൽ ഇത്രയും കക്ക. ഇപ്പൊ എനിക്ക് ഒരുപാട് കക്കയുണ്ട്. ഇത്രയും പുഴുങ്ങിയെടുക്കുമ്പോ എത്ര മാംസം കാണും? 10 കിലോ 9 കിലോ. 10 കിലോ 9 കിലോ അല്ലേ? 11 കിലോ കുറയത്തില്ല. മുഴുത്തതായതുകൊണ്ടേ അധികം തൂക്കം നിൽക്കത്തില്ല. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ വെള്ളം ചാടുന്ന ഞായറാഴ്ച ഇത് നല്ലതാ. അല്ല, വെള്ളം ഇടയ്ക്ക് പുറത്തോട്ട് വരുന്നത്. വെള്ളം ഇടയ്ക്ക് ജീവനുണ്ടായോണ്ട് വരുന്നില്ലേ? ഇത് വെള്ളത്തിൽ കിടക്കുമ്പോ മാ പൊളിക്കുവേ. ഇത് പിന്നെ എങ്ങനെ കക്ക ഇതിന് വേർപെടുത്തുന്നത് എങ്ങനെയാണ്? ഒഴുങ്ങുമ്പോ തന്നെ വരുമോ? പിന്നെ പൊളന്നു പോരും. എന്നിട്ട് നമ്മള് തിള കയറുമ്പോ പൊളന്നു പോരും. കൈ കൊണ്ട് ഇല്ല, മല കെട്ടിയിട്ടിട്ടുണ്ട്, നീളമുള്ള മല. അതിനകത്തോട്ട് കുറെ. എനിക്കൊന്ന് കാണാൻ എപ്പം പറ്റും ഇത് ചെയ്യുന്നത്? ഇത് അത് 4:30 ആവൂല്ലേ? ഞാൻ 4:30 ആകുമ്പോ വരാം. രണ്ടുപേരും വേറെ ഉണ്ടല്ലേ? മരുമകളും മകളുവാ. കൊറേ നേരമായിടി എന്നെ കൊണ്ട് ഇത് ജയിക്കത്തില്ല. അതെ. ന്യൂ എഡിസൺ ടെക് ട്രാവൽ എന്ന് പറയും.
ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്മ എങ്ങനെ ഇരിക്കുന്നേ കണ്ടു, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടു. അന്നേരം വിചാരിച്ചൊന്ന് കേറാന്ന് വിചാരിച്ചു. മനസ്സിലായോ അമ്മ? അന്നേരം കൊച്ചുമക്കളൊന്നും സഹായിക്കത്തില്ലേ? ആ നിൽക്കുന്ന ഒരാള് ഓടി ഓടി അടുക്കളയിലും പണിയുണ്ടല്ലോ. അതെ അതെ ചോറും കറിയൊക്കെ ശരിയാ. അമ്മയ്ക്ക് ചെയ്യാനുള്ള പണിയുള്ളല്ലേ? ഇനി അവൻ വരുമ്പോ ഇത് വാരിയിടും. വാരിയെടുക്കൊന്നും വേണ്ട, ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്താ മതിയില്ലേ? എന്തെങ്കിലും പണി ചെയ്യണ്ട മോനെ. ചുമ്മാ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാ തോന്നും. ഇതാകുമ്പോ ഒന്നും അറിയണ്ടല്ലേ, കുറെ നേരം ഇങ്ങനെ ഇതിന്റെ കൂടെ പോകുമ്പോഴും അസുഖങ്ങളും തിരിച്ചറിയത്തില്ല. വെറുതെ ഇരിക്കും. അമ്മയുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ഭവാനി. ഭവാനി, ഉത്തരയ്ക്ക ഭവാനി. ഉത്തരയ്ക്ക വീട്ടുപേരാ, ഉത്തരയ്ക്ക ഭവാനി. ഭവാനി. എടി കൊറേ നേരമായടി ഞാന്. അച്ഛന്റെ പേര് കൂടെ പറയാം. അച്ഛന്റെ പേര് അച്ഛനുണ്ടോ ഇവിടെ വീട്ടിൽ? സുകുമാരൻ. സുകുമാരൻ. രണ്ടുപേരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലേ? ഈ മഴ സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറൂ? വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം, അല്ലാതെ വെള്ളം കയറുക. വലിയ ഒക്കെ അല്ലേ? വലിയ ഒക്കെ. കായ് നാറും അതല്ലിട്ട് ഞാൻ ചെടിയാ. ഞങ്ങളെ നാട്ടിലൊക്കെ കുറവാട്ടോ കക്കയൊക്കെ. ഞങ്ങളെ സ്ഥലം കൊല്ലമാണ്. അമ്മ കക്കാൻ വാരം പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഇന്നുവരെ പോയിട്ടില്ല? പറ്റത്തില്ല ചെയ്യാൻ? പറ്റത്തില്ല മോനെ. അച്ഛൻ പോയിട്ടുണ്ട്. പിന്നെ മക്കള് പ്രായമായ പിന്നെ അവര് മക്കളാ പോകുന്നല്ലേ? മക്കളാ പോണെ. എത്ര നേരമായെന്നറിയാവോ? അമ്മ ഈ സ്ഥലപ്പേരെന്ന് പറയാവോ ഇവിടുത്തെ? ഈ സ്ഥലപ്പേര്? കാവാലം. 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 5-ാം വാർഡ്. 5-ാം വാർഡ് കാവാലം. തകർത്ത്. അമ്മ നാളെ വയറില്ല. ഹലോ. ഇത് 4 മണിയാവില്ലേ പുഴുങ്ങാൻ? 4-4:30 മോനെ. അല്ല ഈ കക്കേ എത്ര ദിവസം വരെ ഇങ്ങനെ ഇരിക്കും വെള്ളം ഇല്ലാതെ? പറ്റത്തില്ല, ചീത്തേ പോവില്ലേ? ഇന്ന് തന്നെ പുഴുങ്ങണം, അല്ലെങ്കിൽ നാളെ രാവിലെ പുഴുങ്ങണം. നാളെ രാവിലെ പുഴുങ്ങണം. ചെള്ളായി പോവില്ലേ? വെള്ളം ഇല്ലെങ്കിൽ അപ്പോഴേ ചെള്ളാവൂല്ലേ? ഇറച്ചി ഒരു ദിവസം കിടക്കത്തുള്ളൂ. വെള്ളത്തിടാൻ കിടക്കൂല്ലേ? തെന്നി വീഴരുത്, അവിടെ തെന്നും. എന്റെ പൊന്നെ, ഇവിടെ ഒരുപാടുണ്ടല്ലോ, മല പോലെ വിട്ടിട്ടേക്കുമല്ലേ? ഓണാകുമ്പോ കൊണ്ടുപോകില്ലേ? അമ്മ ഏറ്റവും നല്ല കക്ക കിട്ടുന്ന സമയം എപ്പോഴാ? നമ്മള് വെള്ളം നന്നാകുമ്പോ. വെള്ളം നന്നാവും. അത് എപ്പോഴാ, എങ്ങനെയൊക്കെയാ ഈ വെള്ളം നന്നാവുന്നത് പറയുന്നത്? ഈ മഴ പെയ്ത് കിടക്കുന്ന വെള്ളം പോയി കഴിയണം, പിന്നെ വെള്ളം കയറണം, എന്നാലേ ഇറച്ചി നല്ല ഉപ്പ് രസമുള്ള ഇറച്ചി. അങ്ങനെയാണോ? ഉപ്പ് രസം മാറും. ഉപ്പ് രസം മാറിയിട്ട് ഇറച്ചി നമ്മുടെ തെളിച്ചം വെക്കും, നമ്മുടെ വെളുപ്പ് കാണും, വലിപ്പവും കാണും ഇറച്ചിക്ക്. ഇപ്പൊ ഇറച്ചിക്ക് വലിപ്പം കുറവാ. ഈ മഴ പെയ്തതുകൊണ്ട്? മഴ പെയ്തുകൊണ്ടല്ല, ഓരി കയറിയതുകൊണ്ട്. ഇപ്പൊ അധികം ഓരില്ല. നമ്മളന്നേരം ഈ കക്ക കൊണ്ട് പുഴുങ്ങ ഏകദേശം 3 മണിക്കൂർ എടുക്കും അല്ലേ? 3 മണിക്കൂർ എടുത്ത് പിന്നെ അത് പാറ്റി പെറുക്കി എടുക്കും. പാറ്റി പെറുക്കി പിന്നെ അതിനകത്ത് ഇതുപോലെ കരട് കഴുകി വാരി വെള്ളം തോരുമ്പോഴാണ് മോനെ തൂക്കി കൊടുക്കുന്നത്. അതൊരു 4-4:30 ആവും. 4:30 വെളുപ്പിന്? അല്ല, രാവിലെ, വൈകിട്ട്. 3 മണിയാകും, 3:30 ആകുമ്പോ തീ കത്തിക്കാൻ തുടങ്ങും. ഇപ്പൊ ഈ മഴ പെയ്യുന്ന കാരണം തീ കത്തിക്കാനും നനഞ്ഞൊക്കെ കിടക്കുക. അതും പാടാ. പിന്നെ ഈ കറണ്ട് അടുപ്പായതുകൊണ്ട്, കറണ്ടിന്റെ അടുപ്പാ. അമ്മ ഈ കക്കയുടെ പണിയല്ല വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ ഇവിടെ? പിന്നെ കായലിലെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. കായലിൽ എന്താ പണിക്ക് പോകും? നടാനും ചെളി വാരാനും ഒക്കെ പോയി. പിന്നെ കക്ക ഇറച്ചി വിൽക്കാനും പോയിട്ടുണ്ട്. പിന്നെ ഈ മരുമകൾ വന്നേ പിന്നാണ് പോകാത്തത്. എല്ലാം മരുമകളങ്ങ് അത് നിർത്തി.